شفاعته يوم القيامة إنك لا تخلف الميعاد بالإسلام دينا محمد صلى الله عليه وسلم. الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إله الأولين والآخرين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള നന്ദപിരിസത്തിലെ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൽ ഉടനീളം റബ്ബുൽ ആലമീനായിട്ടിക്കരെ ഈ പ്രപഞ്ചത്തിലെ പ്രഭുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ കൽപ്പനകളും നല്ലപോലെ പഠിച്ചിട്ട് മനസ്സിലാക്കി ശിരസ്സാവഹിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണം. അതേ അവസ്ഥയിലായി ഈ ലോകത്തു നിന്ന് യാത്ര ചൊല്ലണകൂ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണം. അള്ളാഹുവോട് ദുആയിരക്കണുണ്ടു. എല്ലാവരോടും എൻ്റെ സ്വന്തത്തോടും ഞാൻ വസിയത്ത് ചെയ്യരെ ഉത്ബോധിപ്പിക്കരെ. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം അത് അള്ളാഹുവിലെ അമ്പിയാക്കളും മുർസലുകളുമായിട്ടിക്കർ. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളായി മുർസലുകളായി
തിരഞ്ഞെടുക്കരുത് അത്തരത്തിലുള്ള ആളുമാരെ ആയിട്ടിക്കരുത്. അത് അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന വിഭാഗമാണ്. അവർ മഅ്സൂമീങ്ങളാണ്. അംബിയാ മുർസലുകൾ ചെന്നെങ്കിൽ അവർ മഅ്സൂമീങ്ങളും ചെന്നെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ ഒരു തപ്പ് പോലും ഉണ്ടാവണക്ക് പാടില്ല, ഒരിക്കലും ഉണ്ടാവൂലാണ്ട് മാത്രമല്ല ഞങ്ങളെ മനസ്സിൽ പോലും നിങ്ങൾ വിചാരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇസ്മത്തുണ്ട്, സംരക്ഷണമുണ്ട്. അതാണ് മഅ്സൂം ചെന്നെങ്കിൽ. അല്ലാഹുവിൻ്റെ അംബിയാ മുർസലുകൾ മഅ്സൂമികളാണ്. അപ്പം ഈ അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായിട്ടിക്കരെ മനുഷ്യൻ ആരാണ്? അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ പിന്നീട് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടിക്കര ആരാണ്? അതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇജ്മാഅോടുകൂടി എല്ലാവരും ഏകോപിച്ചു ചൊന്ന ഒരഭിപ്രായമായിട്ടിക്കറ അന്ന അബൂബക്കർ ഖൈറു ഹാദിഹിൽ ഉമ്മ, മഹാനായ ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായിട്ടിക്കറ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിട്ടിക്കറ ഏറ്റവും ശ്രേഷ്ഠനായിട്ടിക്കര വ്യക്തി. ഇതിൽ ഇജ്മാ ഉണ്ട്. ഇജ്മാ ചെന്നെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആളുമാർക്ക് ഇജ്മാ ഉണ്ട്. ഇസ്ലാമിൽ നിന്ന് തെറുത്തപ്പിപ്പോയ ഒരു വിഭാഗമുണ്ട്, ഷിയാക്കളുണ്ട് ചൊല്ലത്. ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങളെ പിന്നെ അഭിപ്രായം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങക്ക് അബൂബക്കർ സിദ്ദീഖ് ഉണ്ട് ചെന്നെങ്കിൽ നേരെ വിപരീതമാണ്. അങ്ങനെ ഇത് അംഗീകരിക്കുന്നത് തയ്യാറല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം എന്തിരെ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിട്ടിക്കർ ഈ ഉമ്മത്തിൽ ഏറ്റവും മഹാനായ വ്യക്തിത്വം. കാരണം അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലിൽ ആദ്യമായി വിശ്വസിച്ചത്, പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചത്, നബുവത്തങ്ങ് പ്രഖ്യാപിച്ചപ്പോ ഹബീബായ റസൂലിൽ ആദ്യമായി വിശ്വസിച്ചത് മഹാനായ സിദ്ദീഖുൽ അക്ബർ ആയിട്ടിക്കർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിട്ടിക്കർ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആണുങ്ങളിൽ പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിട്ടിക്കർ. എന്തുകൊണ്ട് ആ സിദ്ദീഖുൽ അക്ബർക്ക് ഇത്ര വലിയ സ്ഥാനമുണ്ട്? ആ സിദ്ദീഖുൽ അക്ബർ ലോകത്തിലുള്ള വിശ്വാസികൾക്ക് എന്തെല്ലാം പാഠങ്ങളാണ് നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ ആത്മാർത്ഥമായ നിലക്ക് ഉൾക്കൊണ്ടും കൊണ്ട് അത് അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ചതായിട്ടിക്കര ഒരു മഹാമനുഷ്യനായിട്ടിക്കർ. എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പോറൽ പോലും, ഒരു ഡിഫക്റ്റ് പോലും സംഭവിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഇ സംഭവം വലിയ കോളിളക്കമുണ്ടായ ഒരു സംഭവമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നിട്ട് എത്രയോ അകലെയുള്ളതായിട്ടിക്കര ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയെ സന്ദർശിച്ച് അവിടെ എത്രയോ പ്രവാചകന്മാർക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ച് പിന്നീട് 7 ആകാശമെല്ലാം താണ്ടി സ്വർഗനരകമെല്ലാം കണ്ടെത്തി അല്ലാഹുവിന്റെ സന്നിധിയിലെത്തിയ ആ സംഭവം, അത് രാത്രിയുടെ ഏതാനും ഒരു ഭാഗത്തുണ്ടായ ഒരു സംഭവമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം നടന്ന പിറ്റേന്നത്തെ ദിവസം തൻ്റെ ജനങ്ങളോട് അത് വിവരം അറിയിക്കരുത്. കാരണം നബുവത്തിൻ്റെ ഭാഗമാണ്, വഹിയിൻ്റെ ഭാഗമാണ്, അത് ജനങ്ങൾക്ക് ചൊന്നുകൊടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങൾക്ക് ചൊന്നുകൊടുത്തപ്പോൾ അവിടെ ജനങ്ങൾ 3 വിഭാഗമായിട്ട്
ജനങ്ങൾ 3 വിഭാഗമായിട്ടവിടെ. ഒന്ന്, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള കുഫറിന്റെ ശക്തികൾ. അത് അങ്ങക്കുള്ള കുഫറിന് വർധനവുണ്ടായിട്ട്, അല്ലെങ്കിൽ തന്നെ അങ്ങ് നിഷേധികളായിട്ടിരുന്നാറ്. അതിന് പുറമെ ഈ സംഭവം കൂടി ചൊന്നപ്പോ അവരുടെ കുഫറുക്ക് അത് വർധനവുണ്ടായി, ചെമ്മയുണ്ടായി. അവരുടെ കുഫർ ചെന്നെങ്കിൽ പിടിയായിത്തല്ലേ, മുഹമ്മദ് കള്ളനാണ്, വ്യാജനാണ്, ഭ്രാന്തനാണ്, ഇപ്പൊ നിങ്ങൾക്ക് പിടിയായിത്തല്ലേ. എന്തിനാ മുഹമ്മദ് ചൊല്ലരുത്? കഴിഞ്ഞ രാത്രി എത്രയോ ദൂരമുള്ള അണ്ടത്തെ കാലത്ത് 1 മാസം പോകണുക വേണം, 1 മാസം റിട്ടേൺ മടങ്ങണുക വേണം. അത്ര ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജാവ് ഏതാനും സമയത്തിനൊക്കെ പോയി വന്നിട്ട് മുഹമ്മദ് ചൊല്ലറ, ഇപ്പൊ നിങ്ങൾക്ക് പിടിയായിത്തല്ലേ, മുഹമ്മദ് വ്യാജനാണ്, കള്ളനാണിട്ട് പിടിയായിത്തല്ലേ. അങ്ങനെ അവർക്ക് കുഫറിന് വർധനവുണ്ടായിട്ട്. വേറെ ഒരു വിഭാഗമുണ്ടായിട്ട് അങ്ങോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളായിട്ടിരുന്നാർ. മുട്ടത്തിൽ ഏതാനും അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുമാർ. അവർ ഇത് കേട്ടപ്പോ ഇസ്ലാം വിട്ടുപോയാറ്, മുർത്തദ്ദായി തീർന്നാറ്. ഇസ്ലാം ശരിക്കും മങ്ങൾ ഹൃദയത്തിൽ ഉറച്ചിരുന്നില്ല. ഓ, മുഹമ്മദ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചൊല്ലറാണല്ലേ, എത്രയോ ദൂരമുള്ള സ്ഥലത്തേക്ക്, 2 മാസത്തെ വഴിദൂരമുള്ള സ്ഥലത്തേക്ക് രാത്രിയുടെ ഏതാനും ഭാഗം പോയിട്ട് വന്നിട്ട് ഇങ്ങനെ മുഹമ്മദ് ചൊല്ലറ. എന്നാലാ മുഹമ്മദിന്റെ മതം ഞങ്ങൾക്ക് വേണ്ടാണ്ട് ചൊന്ത്. അങ്ങനെ ഒരു കൂട്ടം ഇസ്ലാം വിട്ട് മുർത്തദ്ദായി തീർന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖായിട്ട് അതിന്റെ മേൽപത്തിയിലുണ്ടായത്, അതിന്റെ മുൻപന്തിയിലുണ്ടായത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹലും കൂട്ടരും വന്നിട്ട് ചൊല്ലുറു, എന്തിനാ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ചൊല്ലരുത്? കഴിഞ്ഞ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ട് അവൻ തിരിച്ചു വന്നിട്ടല്ലേ മുഹമ്മദ് ചൊല്ലരുത്, നീ അത് വിശ്വസിക്കരേ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ കേക്കറ്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ മുഹമ്മദ് ചൊല്ലറാനാ? അതേ, മുഹമ്മദ് അങ്ങനെ ചൊല്ലുറാ. ലൈൻ ഖാല ദാലിക ലഖദ് സദഖാ, ലൈൻ ഖാല ദാലിക ലഖദ് സദഖാ മുഹമ്മദ്. അങ്ങനെ ചൊല്ലുറുണ്ടായെങ്കിൽ, മുഹമ്മദാണത് ചൊല്ലുന്നതെങ്കിൽ ലഖദ് സദഖാ, അവൻ സത്യമാണ്, സത്യമാണത്, സത്യമാണ് ചൊല്ലുന്നത്. 7 ആകാശത്തിനപ്പുറത്തു നിന്നുള്ള വാർത്തകൾ മുഹമ്മദ് നമുക്ക് ചൊന്നുതണ്ട്. അതുകൊണ്ടായിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുക്ക് സിദ്ദീഖ് എന്ന പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ വിശ്വാസത്തിന്റെ ആധിക്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കി തണ്ടത്. എന്താണ് ഇതിൽ നമുക്കുണ്ടാകേണ്ട പാഠം? ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിக்கிறേൻട്ട് അവൻ ആ ഷഹാദത്ത് അംഗീകരിച്ചാൽ, പിന്നീട് അവന്റെ മേലിൽ നിർബന്ധമാവരുത് എന്താണ്? ആ റസൂൽ എന്തെല്ലാം കൊണ്ടുവരുന്നുണ്ടോ, എന്തെല്ലാം ചൊന്നു തരുന്നോ, എന്തെല്ലാം റസൂലുള്ളാന്റെ ലിസാനിലൂടെ, നാവിലൂടെ എന്തെല്ലാം വരുന്നോ അതെല്ലാം ഹക്കാണ്, സത്യമാണ്, വഹിയാണ്. അത് വഹിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ കാര്യം, അള്ളാഹിനെ സംബന്ധിച്ച്, ആഖിറത്തിനെ സംബന്ധിച്ച് ചൊന്നു തണ്ടതെല്ലാം അത് വഹിയായിട്ടിക്കറ്. സുന്നത്ത് ഉണ്ട് ചൊന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഹദീസ് ഉണ്ട് ചൊന്നെങ്കിൽ അത് വഹിയായിട്ടിക്കറ്, അത് വഹിയിന്റെ ഭാഗമാണ്. അതിനെ നിഷേധിക്കണുകോ തള്ളണുകോ ഒരിക്കലും പാടില്ല, അത് സാധ്യമല്ല. ഇതാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് ആ സംഭവത്തിലൂടെ തണ്ടതായിട്ടിക്കരെ പാഠം. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുറു, وأنزل الله عليك الكتاب والحكمة. ഓ പ്രവാചകരെ, അല്ലാഹു താങ്കൾക്ക് ഈ ഗ്രന്ഥം നൽകി, വേദഗ്രന്ഥം നൽകി. വൽ ഹിക്മ, ഹിക്മത്തും ജ്ഞാനവും നൽകി.
ഗ്രന്ഥത്തിനപ്പുറമുള്ള ആ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തുക്ക് ചൊല്ലുകൊടുക്കുമ്പോഴോ അത് സഹീഹായ നിലക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വഹിയാണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിട്ടിക്കറ്? മഅസൂമായിട്ടിക്കറ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്, ശരീഅത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്തെല്ലാം നമുക്ക് ചൊന്നു തണ്ടോ അതെല്ലാം വഹിയായിട്ടിക്കറ്. കാരണം റസൂൽ മഅസൂമാൻ. അതാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പാട്ടി തണ്ടത്. അതുകൊണ്ടായിട്ടിക്കറ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ലൗസിന ഈമാനു അബീ ബക്കർ ബിഈമാനി അഹ്ലിൽ അർളി ലറജഹ ബിഹിം. എന്തിരെ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിനെ ഒരു തിലാസിന്റെ ഒരു തട്ടിൽ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിനെ ഒരു തക്കടി, ഒരു ബാലൻസിന്റെ ഒരു തട്ടിൽ വെക്കുകയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരുടെ ഈമാനിനെ ഒരു തുലാസിന്റെ തട്ടിലും വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനുകാണ് മുൻതൂക്കമുള്ളത്. ഇതിനർത്ഥം മറ്റുള്ളവർക്ക് ഈമാനിന് എന്തെങ്കിലും കുറവുണ്ടല്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന്റെ ആ ശക്തിയാണ്, അത്രക്കും ശക്തമായ ഈമാനാണ്. കാരണം അന്ന അബൂബക്കർ ഖൈറു ഖൽഖില്ലാഹി തആല ബഅദൽ അംബിയാ. അമ്പിയാക്കന്മാർക്ക് ശേഷം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടിക്കര, ഉത്തമനായിട്ടിക്കര വ്യക്തിയാണ്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം അല്ലാഹു തആല കൊടുക്കറു. അല്ലാഹുവിന്റെ അനുവാദത്തിനെ കാത്തോണ്ട് അനുമതിയെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുമതി കിട്ടിയ ഉടനെ എന്ത് ചെയ്ത്? നേരെ പോകുന്നത് കൂട്ടുകാരനായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വാഹനം, ഒന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി, പിന്നെ സ്വന്തത്തിക്ക് വേണ്ടി അവിടെയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിട്ട് ആ 2 പേരും അതാ മദീനയിലേക്ക് യാത്രയാകുമ്പോഴത്തോ 5 കിലോമീറ്റർ അപ്പുറമുള്ള സൗറിന്റെ ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുന്നു. കാരണം കാലത്താകുമ്പോൾ, പിറ്റേന്ന് വെളിച്ചത്തിലാകുമ്പോൾ അങ്ങക്ക് പിടിയായിട്ട് ഖുറൈശികൾ 100 ഒട്ടകത്തെ കൊതിച്ചും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെ അല്ലെങ്കിൽ കൊന്നിട്ടാണെങ്കിലും ശരി അവർക്ക് കിട്ടിയാൽ അതിനെ കൊണ്ടുപോയി അബൂജഹലിന്റെ മുമ്പിൽ വെച്ചാൽ അവർക്ക് കിട്ടരുത് 100 ഒട്ടകമാണ്. കുറച്ചൊന്നുമല്ല, 1 ഒട്ടകം കിട്ടിയെങ്കിൽ തന്നെ അവൻ ശ്രീമന്തനായി. ഇത് റസൂലുള്ളാഹിനെ കൊണ്ടുപോയി കൊടുത്താൽ അവർ കിട്ടുന്നത് 100 ഒട്ടകമാണ്. ആ 100 ഒട്ടകം മോഹിച്ചിട്ട് പലരും പല ഭാഗങ്ങളിലൂടെ തിരച്ചിലിങ്ങനെ ആരംഭിക്കുകയാണ്. അങ്ങനെ അവസാനം അതാ ഗുഹാമുഖത്തേക്കെത്തി, സൗറിലേക്കെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അങ്ങളുടെ കാലിന്റെ ഹെജ്ജ ഇങ്ങനെ കാണുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയപ്പോ ഭയമായി. റസൂലേ, അതാ ശത്രുക്കൾ നമ്മുടെ മുമ്പിലേക്ക് അവരെത്തിയിട്ടുണ്ട് നബിയേ. അവരൊന്ന് തല കീഴായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന ഭയം, എന്ന ആശങ്ക അവിടെ പ്രകടമാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലൊരു പഴക്കമുണ്ട്. യാ അബൂബക്കർ മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഓ അബൂബക്കറെ, ഇപ്പൊ ഞാനും നീയും മാത്രമല്ല ഇവിടെ ഉള്ളത്, അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതൊരാൾ നമ്മുടെ ഒട്ടികയുണ്ട്. അതാരായിട്ടിക്കര്? അല്ലാഹ് ഞങ്ങൾ ഒട്ടികയുണ്ട്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുറു, യാ റസൂലല്ലാഹ്, എന്റെ കാര്യത്തിലല്ല എന്നൊക്കെ പേടിയുള്ളത്, എന്റെ കാര്യത്തിലല്ല, അങ്ങേക്ക് അങ്ങയുടെ ശരീരത്തിന് എന്തെങ്കിലും തകരാറ്, ഹാനി സംഭവിക്കുമോ, എന്തെങ്കിലും പ്രയാസം സംഭവിക്കുമോ, ഇതായിട്ട് പേടി. മനസ്സിലായില്ലേ? ആ പേടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഭയമുണ്ടായത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല ചൊല്ലുന്നു,
ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണുണ്ടോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുമാർക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഖുർആനാണ്, അല്ലാഹ് ചൊല്ലുന്ന പളക്കാണ്. ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവന്റെ സ്വന്തം അസ്തിത്വത്തെക്കാൾ, അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ അവനക്ക് ആപ്തമിത്രനായിട്ടുള്ളത്, അവനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹിയാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത്, ഞാൻ നഷ്ടപ്പെട്ടാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഷ്ടപ്പെട്ടു പോയാൽ ഇസ്ലാം അവസാനിച്ചു. ഇതാണ്, ഇത് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞു. ഈ സംഭവം സൂറത്തു തൗബ മറിച്ച് നോക്കിയാൽ കാണാം. സൂറത്തു തൗബയിൽ ഈ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ ഇതാ അനാവരണം ചെയ്തു വെക്കുകയാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുന്നില്ല എങ്കിൽ അല്ലാഹ് സഹായിച്ചിട്ടുണ്ട്. പ്രവാചകനെ സഹായിക്കേണ്ട ആവശ്യം, പ്രവാചകന് പൂർണ്ണമായ ബെമ്പല സപ്പോർട്ട് നൽകേണ്ട ആവശ്യം അവിടെ അല്ലാഹു ഉണർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളോട്, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും. ഇന്ന് പ്രവാചകനില്ല എങ്കിലും ആ പ്രവാചകന്റെ ചര്യ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ സംരക്ഷണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു തആല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. എപ്പോ? കാഫിറുകൾ അദ്ദേഹത്തെ റായത്ത് നിന്ന്, സ്വന്തം റായത്ത് നിന്ന് പുറത്താക്കിയപ്പോ, അങ്ങനെ അങ്ങോ രണ്ടുപേരും ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ രണ്ടാളിൽ ഒരാളായ ഒബ്ബറായിട്ടിരിക്കുന്ന ആ സന്ദർഭം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും ഇദ്ഹുമാ ഫിൽ ഗാർ, അങ്ങനെ ആ ഗാറിൽ അങ്ങ് കളിഞ്ഞു കൂടിയതായ സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത സൈന്യത്തെ അല്ലാഹു ഇറക്കി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം ലോകത്തിന് മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അല്ലാഹു തആല ഇടപെട്ടും കൊണ്ട് ആയത്ത് തന്നെ അവതരിപ്പിക്കുന്ന ഒരു സംഭവം എന്താണിട്ട് ചൊന്നെങ്കിൽ അത് വലിയ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണല്ലോ. അബൂബക്കറിന്റെ സ്വന്തം മോളായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരു അപവാദം, ഒരു അപപ്രചാരമുണ്ടായി. വലിയ കോളിളക്കമുണ്ടായ ഒരു സംഭവമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം ഉണ്ടായ ഒരു സംഭവം ചെന്നെങ്കിൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു അന്യ പുരുഷന്റെ പിറവില് വാഹനത്തില് പോയിട്ട് ചൊന്ന ഒരു കിംവദന്തി, ഒരു വദന്തി, ഒരു റൂമേഴ്സ്, ഏതോ ഒരു ചെറുക്കന്റെ കൂടെ ഇങ്ങനെ പിറവിൽ വെച്ചിട്ട് വാഹനത്തിന് പിറവിൽ വെച്ചിട്ട് പോയിട്ട് ആരാണ് ഇതിന് പിന്നിലുണ്ടായത്? ഈ അപപ്രചാരത്തിന് പിന്നിൽ കപടവിശ്വാസികളായിട്ടെന്ത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം, കപടവിശ്വാസികളുടേത് എന്ന് അല്ലാഹ് പറഞ്ഞ ആ കപടവിശ്വാസികളാണ് ഇതിനെ പിറവിലുന്നത്. അപപ്രചാരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ സൂറത്ത് നൂറിൽ കാണാം. ആയത്തുകൾ ഇറക്കിയിട്ട് മഹദിയായ മുഅ്മിനീങ്ങളുടെ മാതയായ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അതിൽ നിന്നിട്ട് ഒഴിവാക്കി. ആയത്ത് തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ച് ആ വിഷയത്തിൽ.
അപ്പൊ ഇങ്ങനെ ഒരു അപപ്രചാരം, അതിന്റെ പിന്നിൽ കപടവിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കപടവിശ്വാസികളുടെ ജാലയിൽ ചില മുഗ്ധരായിട്ട് മുസ്ലിമീങ്ങളും പെട്ടുപോയി എന്നതാണ്. അങ്ങനെ സംഭവിക്കുമല്ലോ. അവരുടെ കെണിവലയിൽ ഒരു 3 മുസ്ലിമീങ്ങളും അവരും ഇതേപോലെ അപപ്രചാരം നടത്തി. നിരപരാധികളായിരുന്നവർ. ആ അപപ്രചാരം നടത്തിയ 3 മുഗ്ധരായ മുസ്ലിമീങ്ങളിൽ ആരായിരുന്നു എന്നറിയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരിൽപ്പെട്ട അടുത്ത കുടുംബ സംബന്ധികരിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹിൻട്ടാണ് അയാളുടെ പേര്. മിസ്തഹിൻട്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംബന്ധിക്കരാണ്, അടുത്ത റിലേറ്റീവാണ് എന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ ദരിദ്രനായിരുന്നു. പച്ചപ്പാവമാണ് അയാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഉപകാരം ചെയ്തുകൊണ്ടായിരുന്നത്. അയാൾക്ക് വേണമെന്ന എല്ലാ സഹായവും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തോണ്ടിരുന്നത്. അയാളും ഇതിൽ പെട്ടുപോയി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബേജാറായിട്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. ആ മോളെ സംബന്ധിച്ചാണ് ഈ മനുഷ്യൻ അപപ്രചാരം നടത്തുന്നത്. ഈ മനുഷ്യന്റെ എല്ലാ ഉപകാരവും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യരുത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ഒരു ശപഥം ചെയ്ത്, ഒരു പ്രതിജ്ഞ എടുത്തിട്ട്, എന്താണ് ആ ശപഥം? ഇനി ഞാൻ മിസ്തഹ്ക്ക് ഒരു ഉപകാരവും ചെയ്യൂല, പിടിയത്തല്ലേ, ഒരു ഉപകാരവും ചെയ്യൂലാണ്ട് ആണയിട്ടിട്ട് ശപഥം എടുത്തിട്ട് അല്ലാഹു ഇടപെട്ടിട്ട് ആയത്ത് അവതരിപ്പിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ കാണാം, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ أن يؤتوا للقربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. അല്ലാഹു തആല ഈ ആയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗിച്ച ഒരു പ്രയോഗം നിങ്ങൾ നോക്കണം. എത്ര നല്ല മനോഹരമാണ്, എത്ര വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ചൊല്ലുന്നു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ഉലുൽ ഫളൽ, അനുഗ്രഹീതരായിട്ടിക്കരെ, പുനീതരായിട്ടിക്കരെ, ശ്രേഷ്ഠരായിട്ടിക്കരെ ആളുമാർ സത്യം ചെയ്യണുകുത്തീറ. നോക്കണം, എന്തിനാ അല്ലാഹു ചൊല്ലുന്നത്? നിങ്ങളിൽ അനുഗ്രഹീതരായിട്ടിക്കരെ, പുനീതരായിട്ടിക്കരെ, നിങ്ങളിൽ ശ്രേഷ്ഠരായിട്ടിക്കര ആൾ. അബൂബക്കർ അല്ലാഹുവിനെ അത്ര ഉയർത്തിയിട്ടാണ് അല്ലാഹുവോട് ചെന്നത്. സത്യം ചെയ്യണുകുത്തീറ, ആണയുണുകുത്തീറ. എന്തിനെ? അള്ളാന്റെ മാർഗത്തിൽ റായപൊട്ടു പോരങ്ങൾക്കോ, അതേപോലെ തന്നെ ബടവരായിട്ടിക്കര ദരിദ്രന്മാരായ ആളുമാറ്, മുട്ടത്തെ സംബന്ധിക്കറ് അങ്ങക്ക് ഒന്നും ഉപകാരം ചെയ്യൂല, ഒന്നും കൊടുക്കലാണ്ട് ശപഥം ചെയ്യണുകുതീറ. അത് ചേർന്ന പണിയല്ല. അങ്ങ് മാപ്പ് കൊടുക്കട്ടെ, അങ്ങ് ക്ഷമിക്കട്ടെ. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, കാരണം അല്ലാഹ് അങ്ങക്ക് പുറത്തു കൊടുക്കണോണ്ട് അങ്ങ് വിചാരിക്കുന്നില്ലേ, അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ? ചെന്നെങ്കിൽ ഓരോരുത്തരും എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കടലിന്റെ തിരമാല പോലെ, അലകൾ പോലോത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവസാനം അവർ എവിടേക്കാ പോകരുത്? മര പോകരുത് അള്ളാന്റെ അടുക്കലാണ്. അള്ളാന്റെ അടുക്കൽ മര പോകുമ്പോ അല്ലാഹു തആല ചൊല്ലുറാ, ഞാൻ നിനക്ക് പുറത്തു തണ്ടില്ല. അങ്ങനെ അല്ലാഹ് ചൊല്ലുറാ? ഒരിക്കലില്ലല്ലോ. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നല്ലേ. ഇതേപോലെ ശ്രേഷ്ഠരായ ആളുമാർ സഹജീവികൾക്ക് പുറത്തു കൊടുക്കണം എന്ന് അല്ലാഹു തആല ആയത്തിറക്കിയിട്ട്. ഇനി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലയുടെ ഒരു സംഭവം കൂടി ചെന്നിട്ട് ഞാൻ തൽക്കാലം ഇതാക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഉൾക്കൊള്ളുകൂ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഉൾപ്പെട്ട് എന്ത് ചെയ്യണം, ഇനി അടുത്ത പരിപാടി എന്ത്, ഒന്നും അവർക്ക് ആ വിഷയത്തിൽ ചിന്തയില്ല. ഓരോരുത്തരും ഇങ്ങനെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ വഫാത്തിനെ തന്നെ നിഷേധിക്കുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമനില തന്നെ തെറ്റിപ്പോയി എന്നാണ്. ആ സമയത്ത് റസൂലിനോടുള്ള ആ അത്യധികമായ സ്നേഹവും മറ്റുമെല്ലാം കാരണമായി സമനില തെറ്റിപ്പോയി. അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് ആളുമാരെ, അവിടെയുള്ള ആളുമാരെ. റസൂല് മരിച്ചുകൊണ്ട് ചൊല്ലുക തീറ, ഒരിക്കലും റസൂല് മരിച്ചിട്ടില്ല. മൂസാ നബി അല്ലാഹുവിന്റെ അടുക്കൽ പോയതുപോലെ
റസൂൽ അല്ലാഹുവിന്റെ അടുക്കൽ പോയതാണ്, ഇപ്പൊ വരും എന്നിങ്ങനെ ചൊന്നും കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിടെ പ്രശ്നമുണ്ടാക്കരുത്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എവിടെയോ പോയിരുന്നു. അവിടുന്ന് മടങ്ങി വന്നിട്ട് നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ഭാഗത്തേക്കൊന്നും നോക്കുന്നില്ല. നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചേതനയറ്റ ശരീരം അതിങ്ങനെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനെ മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു. നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് ഇപ്പോഴോ യാത്ര പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തെ ഒന്ന് പിടിച്ച് ആഞ്ഞൊന്ന് ചുംബിച്ചു, ഒന്ന് മുത്തം കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, തിബ്ത ഹയ്യം വമയ്യിതാ അമ്മൽ മൗതത്തല്ലതി കതബ അല്ലാഹു ലക് ഫഖദ് സുഖ്തഹാ. പ്രവാചകർക്ക് അല്ലാഹു തആല കണക്കാക്കിയ ആ മരണം, ആ മൗത്തിദാ സംഭവിച്ചു. എല്ലാവരും മനസ്സിലാക്കുന്നില്ല റസൂലുള്ളാഹി മരിച്ചിട്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അവനെ നോക്കിയിട്ട് അബൂബക്കർ ചൊല്ലു, അലാ റിസ്ലിക് യാ ഉമർ, ശാന്തമാവൂ, നിശബ്ദമാവൂ. പക്ഷേ അയാൾ ശാന്തമാകുന്നില്ല. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആ ദീർഘദൃഷ്ടി നിങ്ങൾ നോക്കണം. ആളുമാരെല്ലാം തന്നെ വിളിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് അവിടുന്ന് ഹംദ് സ്വലാത്തെല്ലാം ചൊല്ലി. എന്നിട്ട് അവിടെ ചൊല്ലിയ പളക്ക ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. മൻ കാന യഅ്ബുദു മുഹമ്മദാ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإن الله حي لا يموت. ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നതെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, ഇതാ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു, മരണം മൗത്ത് സംഭവിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ഇബാദത്ത് എടുത്തുണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവാണ് ഹയ്യുൻ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവാകുന്നു എന്ന് പറഞ്ഞും കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ എന്ന ആയത്തും കൂടി ഓതി കേൾപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ തന്നെ ഇങ്ങനെ കീഴ്പോട്ട് വീണുപോയി. അവിടെ ദെച്ചി അയാൾക്ക് മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹു പിടിയായിട്ട് റസൂലുള്ളാഹി മരിച്ചു എന്ന് അവിടെ കാണിച്ച ആ ദീർഘദൃഷ്ടി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപാട് പാഠങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകിയ ആ മഹാനുഭാവൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് മാതൃകയാകേണ്ടത്, പ്രചോദനമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഉമ്മത്തിൽ വെച്ച് പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും ഖൈറായ, ഏറ്റവും നല്ലവനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും ഒരുപാട് പാഠങ്ങൾ സത്യവിശ്വാസികൾക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മത,
ആ ദൃഢമായ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ തഖ്വ, അദ്ദേഹത്തിൻ്റെ ഈമാൻ, അദ്ദേഹത്തിൻ്റെ ഇസ്തിഖാമത്ത്, അദ്ദേഹത്തിൻ്റെ താഴ്മ, സബർ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ വിനമ്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ്, എന്നിട്ട് വിട പറഞ്ഞതിന് ശേഷം ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്യണത് അല്പം ലേറ്റായത് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കുളിപ്പാട്ടുകൊണ്ട് കെടുക്കുന്നതും അതേപോലെ നിസ്കരിക്കുന്നതും മറവ് ചെയ്യുന്നതുമെല്ലാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? അതേ, ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കണം, ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കണം. ഖലീഫയില്ലാതെ, ഒരു പിൻഗാമിയില്ലാതെ ഈ മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല. ഖലീഫയില്ല, ഒരു ശരിയായ ഒരു ഭരണാധികാരിയില്ല എങ്കിൽ എന്തുണ്ടാകും? അനാഥമായി പോകും രാജ്യം, ജനങ്ങൾ. അപ്പം അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കണം. അങ്ങനെ പിൻഗാമിയെ തിരഞ്ഞെടുത്തിട്ട് ആ പിൻഗാമിയുടെ നേതൃത്വത്തിൻ്റെ കീഴിലായിരിക്കണം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസ്കരണ പരിപാടി നടക്കേണ്ടത് എന്ന് സഹാബത്ത് തീരുമാനിച്ചു. മുശാവറ നടത്തി സഹാബത്ത്. റസൂലുള്ളാഹിൻ്റെ ജനാസ അങ്ങനെ തന്നെയുണ്ട്, മയ്യത്ത്, ആ ഷറഫാക്കപ്പെട്ട മയ്യത്ത് അവിടെയുണ്ട്. അങ്ങനെ ഒരു മുശാവറ ചെയ്തു. ബനു സായിദ എന്ന് പറയുന്ന ഒരു പന്തലിൽ വെച്ച് ആരാകണം ഇനി അടുത്ത ഖലീഫ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം അടുത്ത റസൂലിൻ്റെ ഉത്തരാധികാരി പിൻഗാമി ആരാകണം? എല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത് ആരെയായിട്ടിക്കർ? ഖൈറു ഹാദിഹിൽ ഉമ്മ അബൂബക്കർ. ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈർ എന്ന്, ഈ ഉമ്മത്തിൽ ഖൈറായ വ്യക്തിത്വമെന്ന് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബറിനെയായിട്ടിക്കർ അവർ തിരഞ്ഞെടുത്തത്. കാരണം എന്തുകൊണ്ടാണ്? അതായത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളുടെ ചെന്ന് നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ മരിക്കിற മുന്നോളോ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് നേതാവായിട്ട് പ്രവാചകൻ നമ്മുടെ മുമ്പിൽ വെച്ചത് അബൂബക്കറിനെയാണ്. നിസ്കരിക്കണക്ക് ഇമാമത്ത് നിപ്പാട്ടിയത് അബൂബക്കറിനെയാണ്. അങ്ങനെ ദീനിക്ക് നേതൃത്വം വഹിക്കണക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചതായിട്ട് ആ വ്യക്തി നമ്മുടെ ദുന്യാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നേതാവാകണകോ, നമുക്ക് ഭരണാധികാരിയാകണകോ ഒരു നിലക്കും നമുക്ക് ഒരു എതിർപ്പുമില്ല, എല്ലാ നിലക്കും അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബറിനെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. ആ നേതാവായി തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയതായിരിക്കും ഗംഭീരമായ ഒരു സ്പീച്ച് ചരിത്രത്തിൽ കാണാം. ഗംഭീരമായിട്ടിരിക്കുന്ന ഒരു സ്പീച്ച്, ശരിക്കും ഒരു നേതാവിൻ്റെ നാവിൽ നിന്നിട്ടുണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു സ്പീച്ച്. അത് അബൂബക്കറിനെ പോലത്തെ ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു സ്പീച്ച് നടത്താൻ സാധിക്കും. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കൂ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് അദ്ദേഹം നടത്തിയ ആ ഗംഭീരമായ സ്പീച്ചിൻ്റെ കുറച്ച് ഭാഗം, അതെ, അള്ളാഹുവിനെ ആദ്യമായി സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. പിന്നീട് അവിടുന്ന് സ്തുതിച്ച് ഹംദും സലാത്തെല്ലാം ചൊല്ലിയതിന് ശേഷം അദ്ദേഹം ചൊല്ലരെ 1-2 വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കരെ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഫഇന്നി ഖദ് വല്ലീതു അലൈക്കും. ഓ ജനങ്ങളെ, നിങ്ങളുടെ മേൽ നക്ക് അധികാരം കിട്ടിത്ത്, നക്ക് അധികാരം നിങ്ങൾ തന്നെ ഏൽപ്പിച്ചാറ്. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനല്ല. നോക്കണം ആ വിനയത്തിൻ്റെ പളക്കം. ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്ന ഒരാൾ ചൊല്ലുരെന്തിരെ? വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഫഇന്ന ഹസൻതു ഫഅഇനുനി, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഹെൽപ്പാക്കണം, നിങ്ങൾ തന്നെ സഹായിക്കണം. വഇന്ന സൗതു ഫഖവിമുനി, എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ നേരെയാക്കണം. ഇന്നത്തെ കാലത്ത് ഒരു നേതാവ് ഇങ്ങനെ ചൊല്ലണക്ക് സാധിക്കുമോ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നല്ലതുണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം, അബദ്ധം വരുമ്പോൾ നിങ്ങൾ എന്താക്കണം, എന്നെ നിങ്ങൾ നേരെയാക്കണം. എന്നിട്ട് അത്തീഊനി, അദ്ദേഹം ചൊല്ലു, അത്തീഊനി മാ തഅതുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കണം. എന്തൊരു പളക്കമാണ്, എത്ര മനോഹരമായ പളക്കമാണ്. فإذا عصيت الله ورسوله فلا طاعة لي عليكم, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കാതിരുന്നാൽ എന്നെ നിങ്ങൾ അനുസരിക്കണം. തീരാ
ഇതല്പം സുദീർഘമായ ഒരു സ്പീച്ചാണ്. അത്ര ഗംഭീരമായ ഒരു സ്പീച്ച് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നേതാക്കൾക്കും ഭരണാധികാരികൾക്കും മാതൃകയായിട്ട് പ്രചോദനം നൽകുന്ന ഗംഭീരമായ മഹത്തായ ഒരു സ്പീച്ചായിരുന്നു, ഒരു ഉപദേശമായിരുന്നു ആ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആ മഹാനുഭാവൻ നടത്തിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ തഖ്വായും ഈമാനും സൂക്ഷ്മതയും എല്ലാം തന്നെ നമുക്ക് മാതൃകയാകണം. നാളെ പരലോകത്ത് ആ സ്വർഗത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബറിൻ്റെ കൂടെ താമസിക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി മദ്രസയുടെ കലക്ഷനാണ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല. മദ്രസയ്ക്ക് വേണ്ടി ലാൻഡെല്ലാം വാങ്ങിയിട്ടുണ്ട്, അത് രജിസ്റ്റർ ആയിട്ടില്ല. അതൊക്കെ ഒരുപാട് എമൗണ്ട് ആവശ്യമുണ്ട്. ഓരോരുത്തരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അതേപോലെ തന്നെ എത്രയോ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി, ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകളുണ്ട്. പല വിധത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് അഭിമുഖീകരിക്കുന്ന ആളുമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ മുസ്ലിമീങ്ങൾ, നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങളെ കശാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായ നിറവും അതേപോലെ തന്നെ സഹായവും അവർക്ക് പൂർണ്ണമായ ശാന്തിയും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ കശാപ്പ് ചെയ്യുന്ന ശത്രുക്കളെ, ശത്രു രാജ്യങ്ങളെ, ശത്രു സൈന്യങ്ങളെ അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് പരാജയപ്പെടുത്തുമാറാകട്ടെ. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, നിരപരാധികളായ മുഗ്ധരായ ആളുമാർ ഇന്നും ജയിലുകളിൽ ബന്ധിതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അവർക്ക് അല്ലാഹു തആല മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.